അണ്ണാ അതേ ചേച്ചിയെ പൊക്കി അല്ല പിക്കി. അണ്ണാ ചേച്ചി എടുത്ത് വർമ്മസാറിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് അഡ്രസ് ഉണ്ട്. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോണോ അതോ? അല്ല അണ്ണനിപ്പോ എവിടെയുണ്ട്? എടാ ഞാനിവിടെ മാഡത്തിന്റെ ഫാം ഹൗസിലാ. എന്നാ ഫാമടാ കാനഡ? എടാ ഫാം. അയ്യോ അണ്ണാ ഡ്രൈവറിന് പതുക്കെ ഓണടിക്കാൻ പറഞ്ഞ് കേൾക്കാൻ പറ്റില്ല. എടാ ഫാം ഹൗസ് എടാ ഫാദറിന്റെ എഫ്. കാതന്റെ വൈഫാ? കാതറല്ലടാ കൂതറ. ഫാദറിന്റെ വേണ്ട. എടാ ഫ്രീസറിന്റെ എഫ്. ബ്രേസിന്റെ കപ്പ. എന്റെ ദൈവമേ. എടാ ഈ എടാ ഫുള്ളിന്റെ എഫ്. ഫുള്ളിന്റെ ഹാഫ് പൈന്റ്. എടാ ഫുള്ളിന്റെ ആദ്യത്തെ എന്താ പറയണേ? ഓ ചിയേഴ്സ്. എടാ പുല്ല് ഫുള്ളിന്റെ എഫ്. നിനക്ക് മനസ്സിലാവണില്ലേ? നീ ഒന്നിങ്ങോട്ട് നോക്കി, ഞാൻ എഴുതി കാണിക്കണ്ട. എഫ് എഫ് ഒരു ഓ ഇപ്പൊ കണ്ടു എഫ് ഫാം ഹൗസ്. എന്റെ പൊന്നോ. എടാ നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാട്ടാ. ഞങ്ങളിപ്പോ അങ്ങോട്ട് വന്നോ? എടാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അണ്ണ അവിടെ ഭയങ്കര ചിരിങ്ങളേക്കാണ്. ചേച്ചി വന്നിട്ട് സന്തോഷം ഉണ്ടാ. എന്റെ അമ്മേ ഒടുക്കത്തെ വൈബ്രേറ്റർ ആയി പോയി. എടാ ഹലോ അണ്ണാ. അയ്യോ ചോദിച്ചിട്ട് കിട്ടില്ലല്ലോ. യെസ് മാഡം. വരണ്ടാന്ന് പറഞ്ഞ് കേട്ട് കാണാവോ? അണ്ണ ഇപ്പൊ ഇങ്ങോട്ട് ഫാം ഹൗസിലേക്ക് വരണ്ടണോന്നാണ് പറഞ്ഞ തോന്നണല്ലേ അല്ലേ? ആൻഡ് പിന്നെ ഫാം ഹൗസിലേക്കുള്ള വഴി അറിയാമോ? അതറിയാ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. പോവല്ലേ? തല്ലിപ്പൊളിയാവോ? വരാനിരിക്കുന്ന മാക്സ് ഏഷ്യൻ ബ്യൂട്ടി കോൺടെസ്റ്റിൽ ആനന്ദ് വർമ്മ എനിക്കെതിരെ ഒരു മോഡലിനെ മത്സരിപ്പിക്കുന്നുണ്ട്. ഓ ആരാ? ഏതാണ് മോഡൽ? സത്യന് എത്ര മോഡൽസിനെ അറിയാം? അതുകൊണ്ടല്ല മാഡം, അറിയാനുള്ളൊരു കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നാട്ടിൽ നിന്നുള്ള ഇതൊരു കുട്ടിയാണെന്നറിയാം. എന്തെങ്കിലും കാണാതെ ആനന്ദ് അങ്ങനെ ഒരു നീക്കം നടത്തില്ല. ആ മോഡൽ മത്സരത്തിൽ പങ്കെടുക്കരുത്. പണം കൊടുത്ത് ഭീഷണിപ്പെടുത്തിയോ ഏത് മാർഗം വേണമെങ്കിലും സത്യനെ സ്വീകരിക്കാം. മണി ഈസ് നോട്ട് എ പ്രോബ്ലം, യു നോ. അതിനേക്കാളൊക്കെ എളുപ്പമുള്ളൊരു വഴി ഞാൻ പറയട്ടെ മാഡം. വർമ്മ സാറിനോട് മാഡം ഒന്ന് തുറന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമില്ലുള്ളൂ. മാഡം ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച തീരും. അപ്പം പിന്നെ ആനന്ദ് സാറ് ട്രെയിൻ ചെയ്യുന്ന പെൺകുട്ടിയെ നമുക്ക് വർമ്മ ഡിസൈൻസിന്റെ മോഡലായിട്ട് പ്രസന്റ് ചെയ്തൂടെ മാഡം? സോറി മാഡം, ഞാൻ സത്യനോട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി. ചെയ്യാം മാഡം. ചേച്ചിനെ കൊണ്ടുവരാൻ ഞാൻ തന്നെ വന്ന് നന്നായി. മരുഭൂമിയാണല്ലോ. പിന്നെ ഇവിടുത്തെ ഡ്രൈവർമാരൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്നേ. എല്ലാം ബലാത്സംഗ വീരന്മാരാണ്, തേണ്ടികള്. അയ്യോ ചേട്ടൻ മലയാളിയായിരുന്നു. സോറിട്ടാ.